കുറുവാസനത്തിൽ നടക്കുന്നത് കുട്ടിച്ചാത്തൻ സേവ. അയൽവാസിയായ റിട്ടയർഡ് പോലീസ് ഓഫീസറുടെ വെളിപ്പെടുത്തൽ. ആലപ്പുഴ കുറുവാസനം ഒരു പൈശാചിക കേന്ദ്രമാണെന്നും അവിടെയുള്ളത് വിശുദ്ധ ദൈവമാതാവല്ല വേറെ ഏതോ പൈശാചിക ശക്തികളാണെന്ന് തുടക്കം മുതൽ തന്നെ i2 ന്യൂസ് പറഞ്ഞത് ശരിവെക്കുന്ന തരത്തിൽ കുറുവാസനത്തിന്റെ സമീപവാസിയും കത്തോലിക്ക സഭാംഗവും ഒരു റിട്ടയർഡ് പോലീസ് ഓഫീസറുമായ ശ്രീ സണ്ണി ഞങ്ങളോട് വെളിപ്പെടുത്തിയത് കേൾക്കുക. നമ്മുടെ കർത്താവിനെ പോലും സാത്താൻ പരീക്ഷിക്കുവാൻ ശ്രമിച്ചു എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. സാത്താനും അത്ഭുതങ്ങളും അടയാളങ്ങളുമെല്ലാം കാണിച്ച് മനുഷ്യരെ വശീകരിക്കുവാൻ വലയിലാക്കുവാൻ സാധിക്കും എന്നും മനസ്സിലാക്കുക. പുതിയ നിയമത്തിൽ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ ശ്രദ്ധയോടെ നിങ്ങൾ വായിക്കുമ്പോൾ യേശുക്രിസ്തു മരുഭൂമിയിൽ അങ്ങനെ സാത്താനാൽ പരീക്ഷിക്കപ്പെട്ടു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഞാൻ ആ വാക്യങ്ങൾ പെട്ടെന്നൊന്ന് വായിക്കാം. ഇതിനുശേഷം പിശാചിനാൽ പരീക്ഷിക്കപ്പെടുന്നതിന് ദൈവാത്മാവ് യേശുവിനെ വിജനപ്രദേശത്തേക്ക് കൊണ്ടുപോയി. 40 പകലും 40 രാവും ഉപവസിച്ച ശേഷം അദ്ദേഹത്തിന് വിശപ്പനുഭവപ്പെട്ടു. അപ്പോൾ പരീക്ഷകൻ അടുത്ത് ചെന്ന്, അങ്ങ് ദൈവപുത്രനാണെങ്കിൽ ഈ കല്ലുകളോട് അപ്പമാകുവാൻ ആജ്ഞാപിക്കുക എന്ന് പറഞ്ഞു. അതിന് യേശു, മനുഷ്യൻ കേവലം അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത്, മറിച്ച് ദൈവത്തിൻ്റെ തിരുവായിൽ നിന്ന് പുറപ്പെടുന്ന സകല വചനങ്ങളാലും ആണ് എന്ന് എഴുതിയിരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. തുടർന്ന് പിശാചി യേശുവിനെ വിശുദ്ധ നഗരത്തിലേക്ക് കൊണ്ടുവന്ന് ദൈവാലയത്തിൻ്റെ ഗോപുരാഗ്രത്തിൽ നിർത്തിയിട്ട്, അങ്ങ് ദൈവപുത്രനാകുന്നു എങ്കിൽ താഴേക്ക് ചാടുക, ദൈവം തൻ്റെ ദൂതന്മാരോട് അങ്ങയെ സംരക്ഷിക്കുവാൻ കൽപ്പിക്കും, അവൻ അങ്ങയുടെ പാദങ്ങൾ കല്ലിന്മേൽ മുട്ടാതെ അങ്ങയെ അവരുടെ കരങ്ങളിലേന്തും എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. യേശുവിനോട്, നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്നും എഴുതിയിരിക്കുന്നു എന്ന് പറഞ്ഞു. വീണ്ടും പിശാചി യേശുവിനെ വളരെ ഉയർന്ന ഒരു മലയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ലോകത്തിലെ സകല സാമ്രാജ്യങ്ങളും അവയുടെ മഹത്വവും അദ്ദേഹത്തെ കാണിച്ചിട്ട്, ഇവയെല്ലാം ഞാൻ നിനക്ക് തരാം, എന്നെ ഒന്ന് സാഷ്ടാംഗം വീണ് വണങ്ങിയാൽ മതി എന്നവൻ പറഞ്ഞു. അപ്പോൾ യേശു അവനോട്, സാത്താനെ എന്നെ വിട്ടുപോകൂ എന്ന് എഴുതിയിരിക്കുന്നത് നിന്റെ ദൈവമായ കർത്താവിനെ വണങ്ങി അവിടുത്തെ മാത്രമേ സേവിക്കാവൂ എന്നാണല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ പിശാച് യേശുവിനെ വിട്ടുപോയി. ദൂതന്മാർ വന്ന് അദ്ദേഹത്തെ ശുശ്രൂഷിച്ചു. കുറുവാസനത്തിൽ പോകുന്ന മുണ്ണവിശ്വാസികളായ നിങ്ങൾ പോകുന്നത് കർത്താവിനെ വരെ പരീക്ഷിച്ച ആ സാത്താൻ്റെ പൈശാചിക കേന്ദ്രത്തിലേക്കാണെന്ന് നിങ്ങൾ ദയവായി മനസ്സിലാക്കുക. ദൈവമാതാവെന്ന് പറഞ്ഞ് ഇവൻ നിർത്തിയിരിക്കുന്നത് ഏതോ പിശാചിനെയാണ്. നിങ്ങൾ എടുക്കുന്നത് സാത്താൻ്റെ ഉടമ്പടിയാണ്. ദൈവമായ കർത്താവിൻ്റെ മഹത്വങ്ങൾ പ്രചരിപ്പിക്കുവാൻ നിങ്ങൾ ഇവൻ്റെ കള്ളസാക്ഷ്യം പണം കൊടുത്തു മേടിച്ച് നാട്ടുകാർക്ക് വിതരണം ചെയ്യണോ എന്ന് നിങ്ങൾ ആലോചിക്കുക. ഉപ്പ് വാങ്ങി തിന്നണോ, പലതരത്തിലുള്ള മെഴുകുതിരി കത്തിക്കണോ എന്നും നിങ്ങൾ ആലോചിക്കുക. ഇവയെല്ലാം ഈ സാത്താൻ ജോസഫിനും ഇവൻ്റെ കുഞ്ഞമ്മയ്ക്കും ആനന്ദിക്കുവാൻ വേണ്ടി മാത്രമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾക്ക് ജോലി തരാം, നിങ്ങൾക്ക് വീടുണ്ടാക്കി തരാം, കാറ് തരാം, കച്ചവടത്തിൽ അഭിവൃദ്ധി തരാം എന്നും പറഞ്ഞ് വിളിക്കുന്നത് പിശാചാണെന്ന് തിരിച്ചറിയുക. ദൈവാത്മാവാണ് ഞങ്ങളെ കൊണ്ട് ഇത് വെളിപ്പെടുത്തുന്നത് നിങ്ങൾ മനസ്സിലാക്കുക. മുണ്ണകളായ അച്ചായന്മാരെ, നിങ്ങളുടെ വീട്ടിലെ സ്ത്രീകൾ ഈ പൈശാചിക കേന്ദ്രത്തിൽ പോകുന്നില്ലെന്ന് നിങ്ങൾ ഉറപ്പുവരുത്തണം. ഗതിയില്ലാതെ കടപ്പുറത്തുകൂടെ തേരാപ്പാര നടന്ന ജോസഫിൻ്റെ കുടുംബം ശതകോടീശ്വരന്മാരായി നിങ്ങളെ കൊണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഈ ജോസഫിൻ്റെ തരികടകൾ ആ പൈശാചിക കേന്ദ്രത്തിൽ നിന്നവരും ആ നാട്ടുകാരും തെളിവുകൾ സഹിതം i2 ന്യൂസിലൂടെ വെളിപ്പെടുത്തുന്നത് നിങ്ങൾ സസൂക്ഷ്മം കേട്ടാലും അത് പരമാവധി കുറുവാസന ബാധയേറ്റ മുണ്ണകൾക്ക് അയച്ചു കൊടുക്കുക. ഇനി നമുക്ക് കുറുവാസനം സമീപവാസിയും കത്തോലിക്ക സഭാംഗവും റിട്ടയർഡ് പോലീസ് ഓഫീസറുമായ ശ്രീ സണ്ണിയുടെ വാക്കുകൾ കേൾക്കാം. ഞാൻ സണ്ണി എന്ന് പറയാം, എന്റെ വീട് ചെത്തിയിലാണ്. കലപുരത്ത് പഠിച്ച ഇങ്ങോട്ട് മാരാരിക്കുളം ഒരു പ്രസിഡന്റും സെക്രട്ടറി എന്ന് പറഞ്ഞ് 2 പേര് ഇതിനകത്തുണ്ട്. എവിടെ? ഈ കുറുവാസനത്തിൽ. അതിൽ ഒരാള് പീറ്റർ, ഒരാള് പിന്നെ തങ്കച്ചൻ, പനക്കൻ തങ്കച്ചൻ എന്ന് പറയും. ഈ തങ്കച്ചൻ എന്ന് പറഞ്ഞ കക്ഷി പിന്നെ നേരത്തെ ഒരുപാട് ബോട്ടൊക്കെ ഉണ്ടായിട്ട് അവസാനം അയാൾ പൊട്ടി പോലീസായ കടപ്പുറം പിന്നെ ആയിരുന്നു ഈ ചമ്പക്കച്ചോടും അതൊക്കെ ഇരുന്നത്. അപ്പൊ അയാളിപ്പോ ഈ പനക്കൻ തങ്കച്ചൻ എന്ന് പറഞ്ഞാൽ അറിയുള്ളൂ. വീടൊക്കെ അടിപൊളി വീടും കുറച്ചധികം സ്ഥലങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എല്ലാവരും പൊട്ടിപ്പോയിട്ട് ഇപ്പൊ പുരോഗമിച്ച് വരുന്നുണ്ട് ഭയങ്കര പുരോഗമനം എന്ന് പറഞ്ഞാൽ ഇവർക്ക് ഇതിലൊന്നും വിശ്വാസം, ഈ തങ്കച്ചൻ ഒട്ടും വിശ്വാസമില്ലാത്തൊരു കക്ഷിയാണ്. മീൻ പിടിക്കുന്നതിനേക്കാളും ലാഭമല്ല ഈ മനുഷ്യനെ പിടിക്കുന്നത്. അല്ല, മനുഷ്യനെ പിടിക്കുന്നതല്ല സാറേ, അതിന്റെ പിന്നിൽ വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട്. എനിക്ക് ഇപ്പൊ 70 വയസ്സാകാൻ പോകുന്നു സാറേ. ഞാനൊരു പോലീസ് ഓഫീസറായിട്ട് റിട്ടയർ ചെയ്തതാണ്. അപ്പൊ എന്റെ വീടിനടുത്തുള്ള സംഭവങ്ങളാണ് ഈ നടക്കുന്നതല്ല. ഇവരൊക്കെ വെറുതെ കഷ്ടിച്ച് പള്ളിത്തോട്ടിലേക്ക് കഷ്ടി കഴിഞ്ഞ് വീടുന്നതാണ്. ഒരു ഗതിയും പ്രഗതിയിലായിട്ടാണ് ഈ ഒരു പെങ്ങളെ ഇവിടെ കൊണ്ടു കെട്ടിച്ച് അവസാനം ഇയാൾ കൊച്ചച്ഛനായിട്ട് കാട്ടൂർ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് പള്ളിയിൽ ഇരിപ്പുണ്ടായിരുന്നു. 4 കോടിയോളം അവിടെ കാണാതെ പോയി. നിർവാസനത്തിന് മിസ്സായി. അപ്പൊ ഈ മിസ്സായിട്ട് ഇപ്പൊ 1 വർഷമാകാൻ പോകുന്നു. ഇത് ആര് കൊണ്ടുപോയി എന്താണെന്ന് അച്ഛന് പറയാൻ പറ്റത്തില്ല. ഈ പറഞ്ഞ ജോസഫില്ലേ, ഈ പറയാൻ പറ്റുന്നില്ല.
എന്ന് ഇയാള് വാഴച്ചു കളഞ്ഞു, അനങ്ങിയില്ല. തിരമാല അടിച്ചു കഴിഞ്ഞാൽ ഇവന്റെ വീട്ടിൽ തിര വീഴുന്നാണ് ഈ പീറ്റർ എന്ന് പറഞ്ഞാൽ സെക്രട്ടറി പ്രസിഡന്റ് ആരണ്ട. അപ്പൊ അവനാണ് ഈ പൈസ അടിച്ചിട്ട് വന്നിട്ട് അവന്റെ മകളെ തൊട്ടടുത്തുള്ള ഒരു സ്ഥലത്ത് കല്യാണം കഴിപ്പിച്ചിട്ട് എന്താണ് ലക്ഷങ്ങൾ കൊടുത്ത് കല്യാണം കഴിപ്പിച്ചു. വെച്ചാൽ ഇവൻ ഒരു പേഷ്യന്റ് കൂടിയാണ്. ഇതുവരെ ഒരു മിഠായി മേടിക്കാനെടുത്ത പൈസ ഇല്ലാത്ത അവൻ ഈ കുട്ടിയെ കെട്ടിച്ചു വിട്ടത് ഇങ്ങനെ. രണ്ടാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുട്ടിക്ക് ഒരു കാർ മേടിച്ചു കൊടുത്തു അവരുടെ വീട്ടിലോട്ട്. അത് കഴിഞ്ഞപ്പോ എന്ത് ചെയ്തു, അവിടെ നിന്നൊരു പെണ്ണിനെ വേറൊരു സ്ഥലത്ത് കെട്ടിച്ചു അവന് ഒരു കാർ മേടിച്ചു കൊടുത്തു. അവൻ പറഞ്ഞു എനിക്ക് കൃപാസനത്തിന്റെ ഇങ്ങനെ വെട്ടിച്ചും വഞ്ചിച്ചുള്ള പൈസ എനിക്ക് വേണം. അവൻ പറഞ്ഞു എനിക്ക് കാർ പറ്റൊന്നും വേണം, ഞങ്ങൾ എങ്ങനെ താഴെപ്പെട്ട ഞങ്ങൾ കഴിഞ്ഞുകൊള്ളാന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ വലിയ വിഷയങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. പിന്നെ ഈ തങ്കച്ചൻ എന്ന് പറഞ്ഞ അവൻ പരക്കം തങ്കച്ചൻ പറഞ്ഞ ഇവർ രണ്ടുപേരാണ് സെക്രട്ടറിയും പ്രസിഡന്റ്. സാറിനോട് കാര്യം സാറേ ഇതിന്റെ പിന്നിലേക്ക് ഇയാൾക്ക് ഒരുപാട് ബിനാമികളുണ്ട്. എനിക്ക് ഇവിടേക്ക് വന്ന് സ്ഥലങ്ങൾ അന്വേഷിക്കാൻ പിടിക്കാൻ ചിലപ്പോൾ ആൾക്കാർ ജനങ്ങളൊന്ന് ഇളകി, ജനങ്ങളെന്ന് പറഞ്ഞാൽ ഇവർക്കൊക്കെ ഈ തലയിൽ കളിമണ്ണാണ്. അപ്പൊ ഇവർക്കത് ഇവരെയൊക്കെ പറ്റിക്കാൻ പറ്റുള്ളൂ. ഇവർ അവിടേക്ക് വന്ന് വസ്തു മേടിക്കാൻ, അവിടെ ഇവിടേക്ക് വന്ന് വസ്തു മേടിക്കാനും പിടിക്കാനൊക്കെ നോക്കിയിട്ട് എന്നാലും അവർ വസ്തു മേടിക്കുന്നത് ബിനാമി പുറത്താണ്. ഇത് എവിടെ ചെന്ന് അന്വേഷിച്ച് ആരുടെ പേരിൽ വസ്തു വില്ലേജിലൊക്കെ അന്വേഷിച്ചാലേ കാര്യം അറിയാൻ പറ്റുള്ളൂ. ഈ പാതിരിയുടെ ബാക്ക്ഗ്രൗണ്ട് എന്തായിരുന്നു? അവര് കടപ്പുറം മത്സ്യത്തൊഴിലാളികളാണ്. ഏത് ജോസഫിന്റെ കുടുംബം ആണ്, പള്ളിത്തോട്ടിലാണ്. ഇതിന്റെ പബ്ലിസിറ്റി മുഴുവൻ വയനാട്, തിരുവനന്തപുരം, മറ്റു ജില്ലകളിലാണ്. അവിടെ നിന്നാണ് പൊന്ന് ഇങ്ങനെ വണ്ടി ഇങ്ങനെ വന്ന് തള്ളിയത്. ഇവിടെ മദ്യം മേടിക്കുന്നുണ്ട് ഇയാൾ രഹസ്യമായിട്ട്. ഇതിനകത്ത് മദ്യം മേടിക്കുന്നുണ്ട്, അത് ഉറപ്പാണ്. ഇവിടുന്ന് 4 കോടി രൂപ പോയെന്ന് പറയുമ്പോഴത്തേക്ക് അയാൾ കണ്ണടച്ച് പറഞ്ഞപ്പോ ഇയാളുടെ ആസ്തി എന്താണെന്ന് സാറൊന്ന് മനസ്സിലാക്കണം. 4 ആണെന്ന് പറയുമ്പോൾ അത് പോയിട്ട് ഇവിടെ തന്നെ വിനിയോഗിച്ച് ഞങ്ങളുടെ വീടിന്റെ അടുത്ത് തന്നെ വിനിയോഗിച്ചുകൊണ്ടിരിക്കുന്ന പൈസ. ഇവൻ ഈ കാട്ടിൽ ആദ്യം കൊച്ചുച്ചനായിട്ടിരിക്കുമ്പോ കാവി ഇട്ടുണ്ട് അവിടെ വരുമായിരുന്നു. തൊട്ടടുത്തൊരു പറഞ്ഞിട്ട് തയ്യക്കാരൻ, അവിടെ ഒരു വീട്ടിലൊരു പെണ്ണ് ഇത്തിരി മാനസിക പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പൊ ആ പെണ്ണ് ഇത്തിരി മോശക്കാരിയാണ്, ഈ തയ്യക്കാരന്റെ ഭാര്യ ഇത്തിരി മോശക്കാരിയായിരുന്നു. അങ്ങനെ അവിടുത്തെ കാട്ടിലുകളുടെ പടിഞ്ഞാറ് വശം ഒരു തബലിസ്റ്റും ഇയാളുടെ ഒരു മോട്ടോർ സൈക്കിൾ ഓടിക്കുന്ന ഒരാളുണ്ടായിരുന്നു. ഈ മോട്ടോർ സൈക്കിൾ ഓടിക്കുന്ന ആളുടെ പേര് അലോഷ്യസ് എന്ന് പറഞ്ഞ പയ്യനാണ്. അവൻ ആകെ കിട്ടിയത് അവസാനം അവൻ ഇതെല്ലാം അടുത്ത് അവിടെ നിന്ന് പോയത് ഒരു തബലയും ഒരു പഴയ ഒരു മോട്ടോർ സൈക്കിളോട്ട് അവൻ പറഞ്ഞു എനിക്ക് ഇനി പറ്റുന്നത്. പക്ഷെ അവൻ ഒട്ടിയെന്ന് വെച്ചെങ്കിൽ അവന് കോടി, സത്യം പറയുന്നത് മറ്റൊന്നും ഉദ്ദേശിക്കരുത്, അവൻ അയാളുടെ ഒട്ടിയെന്ന് വെച്ചെങ്കിൽ അവനും കോടി കിട്ടുമായിരുന്നു. ഇയാൾ ഈ ആസ്മ പേഷ്യന്റാണ്. അപ്പൊ ഇയാൾ ഈ പ്രാർത്ഥിച്ചിട്ട് ഇങ്ങനെ ഈ പ്രകൃതി വിരുദ്ധം നടത്തുന്നുണ്ടെന്ന് ഒരു ചെറിയൊരു ന്യൂസ് ഇടയ്ക്ക് വരുന്നുണ്ട്. ഇതാണ് പ്രകൃതി വിരുദ്ധം മാത്രമേ നടത്തുള്ളൂ, അല്ലാണ്ട് ഇത് പറ്റത്തില്ല. കൊണ്ടുവന്ന് 5-6 കോഴിമുട്ട വെച്ച്, അത് ഈ അലൂഷ് എന്ന് പറഞ്ഞവനാണ് അവിടെ കൊണ്ടുവന്ന് കോഴിമുട്ട വെച്ചിട്ട് അവിടെ ചോക്ക് കൊണ്ട് അടയാളം ചെയ്തു. അപ്പൊ അവിടെ എന്താ പറഞ്ഞാൽ നിഴൽക്കാസ്റ്റാണ്. അവിടെ അന്ന് DYFI രൂപം കൊണ്ടുവന്നപ്പോ അവരെല്ലാം അച്ഛൻ വരാൻ വേണ്ടി കാത്തു. അച്ഛനെ ഒരു കുരിശ് കൊടുത്തിട്ട് അവിടെ ഒന്ന് വെഞ്ചിരിച്ച് ഈ ടിക്കേരിക്കണം കൂടോത്രമുണ്ടെന്ന് പറഞ്ഞിട്ട് ഈ ടിക്കേരിക്കുന്ന പാർട്ടിയിൽ നിന്നൊക്കെ ഈ കോഴിമുട്ട എടുത്തിട്ട് ഈ അച്ഛന്റെ വണ്ടി ഓടിക്കുന്നു. വണ്ടി എന്ന് പറഞ്ഞാൽ ഈ അന്ന് മോട്ടോർ സൈക്കിളാണ്. അവനത് കൊടുത്തിട്ട് അവനത് പൊട്ടിച്ച് കുടിച്ച് വെള്ളം ഒടിച്ച് അവൻ ലീക്കാക്കിയതാണ് ഈ വിഷയം. ഒന്ന് രണ്ടാം അവിടെ ഇരിക്കുമ്പോഴാണ് ഒരു പയ്യനെ ഈ പ്രകൃതി വിരുദ്ധം ഒരു ചെറുക്കനെ വിളിച്ചിട്ട് പ്രകൃതി വിരുദ്ധം നടത്തിയ ഒരു സംഭവം ഉണ്ടാവുന്നത്. ഇയാള് തന്നെ ഇയാൾക്ക് ലൈംഗികമായിട്ട് ബന്ധപ്പെടാന്ന് പറഞ്ഞാൽ ഈ ആസ്മ പേഷ്യന്റ്, അയാൾക്ക് ഇങ്ങനെയുള്ള പരിപാടി ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ അയാൾ ഇങ്ങനെ വെച്ചാൽ പ്രകൃതി വിരുദ്ധത്തിന്റെ ഒരു കാലത്താണ് ഈ കക്ഷി. ആ ദൈവമല്ലേ ഇപ്പൊ കാണപ്പെട്ടത്. എന്നുവെച്ചാൽ കോടാനും ലക്ഷക്കണക്കിന് വണ്ടിയും വന്ന് കിടക്കുമ്പോൾ ദൈവമാണ്. എന്ത് ചെയ്ത് കഴിഞ്ഞാൽ ദൈവത്തിന്റെ ഇതിലെല്ലാം നിൽക്കുന്നത്. പിന്നെ സാറിന്റെ അടുത്തൊരു കാര്യം പറയണോ ഞാൻ? കാരണം ഇത് ഈ വെറ്റില, പുകയില, പാക്ക്, മദ്യം, കോഴി വറുത്തത്, ഇത് വെച്ച് ഒരു ക്രിയ ചെയ്യുന്നെങ്കിൽ അവിടെ ചെയ്യാറുണ്ട്. അത് രഹസ്യമാണ്. അച്ഛനും 1-2 ശുൽബന്ധികൾക്ക് അറിയാവുന്ന ഒരു സംഭവമാണ്. അത് ചെയ്യുന്ന ആർക്കാണ് സാറിന് അറിയാവുന്നത്? ചാത്താൻ, കുട്ടിച്ചാത്താന്റെ ഇതിൽ വെച്ച് ക്രിയ, അയാൾ അത് വെച്ചിട്ടാണ് 1-2 കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നത്. 1-2 ഇതൊക്കെ വെച്ച് പറയണത് ഇയാൾ ചാത്താൻ സേവയുള്ള രക്ഷയാണ്. സാറിനോട് ഇപ്പൊ ഞാൻ പറയാൻ കാരണം തന്നെ സാറിന്റെ ആദ്യത്തെ പ്രസംഗം ഇതിൽ വന്നപ്പോ എന്റെ മൊബൈൽ കിട്ടിയപ്പോ തന്നെ ഞാൻ ഒരുപാട് പേർക്ക് ഇട്ടുകൊടുത്താണ്. അപ്പൊ സാറ് ഇങ്ങനെ ചാത്താൻ എന്നുള്ള ഒരു വിളി അതിൽ വന്നിട്ടുണ്ട്. കറക്റ്റ് സാധനം തന്നെ. ഇയാൾ ചാത്താനാണ് സാറേ, ഇയാൾ ചാത്താൻ സേവയാണ്. കോടികൾ കൊടുത്ത് മാതാവിനെ വിളിച്ചാൽ മാതാവ് വരുവോ? ഇല്ല. ഔസേപ്പിനെ വിളിച്ചാൽ വരുവോ? കർത്താവിനെ വിളിച്ചാൽ വരുവോ? എന്തൊക്കെ വെച്ചിട്ടാണ്? കരിക്കും വെള്ളം, ഒരു പാക്ക്, ഒരു കെട്ട് വെറ്റില, പുകയില, ഇത് തൊടാത്ത പുകയില, മദ്യം എന്ന് പറഞ്ഞാൽ റമ്മ്. ഈ കുട്ടിച്ചാത്താൻ അതാണ് ആവശ്യം. അത് വെച്ചിട്ടാണ് ഈ ക്രിയ ചെയ്യുന്നത്. ഇത് ഇയാൾ ചെയ്യുന്ന ക്രിയ രഹസ്യമായിട്ട് അയാൾ ചെയ്തിട്ട് അത് കുറച്ച് ഇയാൾ ചെയ്യുമ്പോഴാണ് ഇയാൾക്കാണ് അതിന്റെ ഫലം കിട്ടുന്നത്. അതിന് ഈ ചാത്താൻ സേവ എന്ന് പറയും. ഇത് ക്ഷേത്രങ്ങളിൽ ഈ ചാത്താന്മാരുള്ള ക്ഷേത്രങ്ങൾ കേരളത്തിൽ 1-2 ക്ഷേത്രങ്ങളേ ഉള്ളൂ. അവിടെ ഈ പരിപാടി ചെയ്യാറുണ്ട്. ഇയാളുടെ ഒരു പെങ്ങളെ കെട്ടിച്ചേക്കണ ഈ കാട്ടൂർ എന്ന് പറയുന്ന സ്ഥലത്താണ്. അത് എന്റെ വീടിന്റെ ഇത് അപ്പുറത്തോട്ട് മാറി ഇയാളുടെ വീട് 5-6 കിലോമീറ്റർ വടക്കോട്ട് മാറി ഇയാളുടെ വീട് ഒരു 2-3 കിലോമീറ്റർ തെക്കോട്ട് മാറി ഇയാളുടെ പെങ്ങളെ വീട്ടിരിക്കുന്ന വീട്. അങ്ങനെയൊക്കെ ഇവിടെ അങ്ങനെ ഒരു ബന്ധങ്ങൾ ഇയാൾക്ക് ഒന്നും ഇല്ലായിരുന്നു, ഗതിയില്ലായിരുന്നു. പിന്നെ ഇയാളെ ചെറുത്താമ്പടിയെന്ന് പറഞ്ഞിട്ട് ഇയാൾ ആദ്യം ഉണ്ടാക്കിയ സാധനം ഇയാളുടെ വണ്ടി കാര്യങ്ങളെല്ലാം മെത്രാൻ സീസ് ചെയ്തായിരുന്നു. ഇപ്പൊ ഏതായാലും നിൽക്കുന്ന മെത്രാന്മാർക്കിട്ട് തലക്കെട്ടടിച്ചാലേ ഇയാൾക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. അപ്പൊ രഹസ്യമായിട്ട് അവര് തമ്മിൽ എന്തായാലും കാണുമല്ലോ സാറേ.
അല്ലാണ്ട് ഇയാൾക്ക് ജീവിക്കാൻ പറ്റത്തില്ല. കാരണം ഇല്ലെങ്കിൽ ഇപ്പൊ മെത്രാൻ പറഞ്ഞിട്ട് ആ പള്ളി സീൽ ചെയ്ത് ഇയാളെയും പറഞ്ഞപ്പോൾ പുറത്തോട്ട് അത്ര ഉള്ളു കാര്യം. ഇപ്പൊ ഒരു സംഭവം നടക്കുന്നുണ്ട്, അവിടെ പള്ളി ഹൈവേ നിൽക്കണം. ഇപ്പൊ ഹൈവേ പൊളിച്ചു ഈ പള്ളിയും പൊളിയുമല്ലോ, പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത് പിന്നെ പുറകോട്ട് മാറ്റി വെക്കണ്ടേ? അത് നല്ല രീതിയിൽ അയാൾ മാറ്റി വെക്കും. സാറ് പറഞ്ഞ സംഭവങ്ങളൊക്കെ അതിൽ പറഞ്ഞിരിക്കുന്ന ക്രിയകളെല്ലാം അവിടെ നടക്കുന്ന സാധനമാണ്, കറക്റ്റായ സംഭവങ്ങൾ നടക്കുന്നതാണ്, ഇതെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്ന. പിന്നെ അവിടെ നടക്കുന്ന വേറെ സംഭവം എന്ന് പറഞ്ഞാൽ ആള് കൂടുന്ന പാട്ടിൽ എവിടെ ആള് കൂടി കഴിഞ്ഞാൽ അവന്റെ പിന്നിൽ ഈ പൂവാലന്മാരുണ്ടാവുമല്ലോ. അവിടെ ഒരുപാട് പെണ്ണുങ്ങളൊക്കെ ഒറ്റക്ക് വരും വണ്ടി കയറി പ്രാർത്ഥിക്കാനാണ്. അപ്പൊ ആ പൂവാലന്മാരെ നോക്കുമ്പോൾ ഒരു പെണ്ണ് വണ്ടി, അപ്പൊ ഇവര് അവിടെ കാത്തു നിൽക്കും. അത് ഏത് ജാതി എന്താണെന്നുള്ളതല്ല. ആ ചെറുപ്പക്കാർ ഉള്ള നിൽക്കുമ്പോൾ എന്താണ് ചേച്ചി അല്ലെങ്കിൽ എന്താണ് ഒറ്റയ്ക്കുള്ള എന്താണ് ഞാനിവിടെ പ്രാർത്ഥിക്കാം ഇങ്ങനെ എന്റെ പ്രാർത്ഥന പറഞ്ഞ് ഇവരെ ക്യാൻവാസ് ചെയ്ത് അവരെ കൊണ്ടുപോകുന്നതാണ് വേറെ സമ്പ്രദായം. അങ്ങനെ ഭയങ്കരമായ ഒരു വ്യഭിചാരം നടക്കുന്നത്. നാട്ടിലൊരു വിലയില്ല. ഇയാളെ വീട് പള്ളിത്തോട്ടിലാണ്. അയാൾ ഒരു ഗതിയും പറയുന്നില്ല, കടപ്പുറത്തുകാരനാണ് ഇയാൾ. സാറ് പറഞ്ഞത് കറക്റ്റാണ്. ഇയാൾ വള്ളത്തെ പോകുന്ന ആളാണ്. പിന്നെ അയാളുടെ അപ്പനും മക്കളും എല്ലാവരും കടൽ ജീവനക്കാരെ. ആളുകൾക്ക് ശാപ്പാടൊക്കെ കൊടുക്കുന്നുണ്ടോ? ഈ ഇറച്ചി മീനിന്റെ കാര്യം കൊടുക്കുന്നുണ്ട്. അതിനൊക്കെ പ്രത്യേകം ഒരാളിന് ഇന്നിപ്പോ വരികയാണെങ്കിൽ ഇപ്പൊ എനിക്ക് കാര്യം സാധിക്കാണ്ട് എന്താണെന്ന് പറയുമ്പോഴത്തേക്കാ എന്നാ താൻ അത് ഏറ്റവും കുറച്ച് പേർക്ക് ഭക്ഷണം കൊടുക്കും. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? എനിക്കൊരു കാര്യം സാധിക്കാൻ പറ്റില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? 200 പേർക്ക് ഭക്ഷണം കൊടുക്കും. എനിക്ക് ആസ്തിയുണ്ട്. അപ്പൊ 300 പേർക്ക് ഇല്ല 400 പേർക്ക് ഞാൻ ഭക്ഷണം കൊടുക്കും. എന്റെ കാര്യം സാധിക്കും. അപ്പൊ ഞാൻ വിശ്വാസത്തിന്റെ പുറത്ത് കൊടുക്കുന്നതാണ്, സംഭാവനയായിട്ട് കൊടുക്കുന്നതാണ് 100 പേർക്ക് ഭക്ഷണം. ഈ ഭക്ഷണം ഒന്നും അതിൽ നല്ല കാര്യം കിട്ടത്തില്ല. പിന്നെ ഈ ചിറവും മറ്റൊക്കെ കൊത്തി കൊടുക്കുമ്പോൾ മറ്റവന്മാർ ഈ പീറ്ററും മറ്റൊക്കെ ഈ കൊണ്ടുപോകുന്ന സാധനം ഇറച്ചിയും മറ്റൊക്കെ വേറെ രീതിയിൽ അവർ വീടുകളിൽ അവരുടെ ബന്ധുക്കൾക്കും കൊടുക്കുകയാണ്. അതും കൃത്യമായിട്ട് ആ സ്ഥാനങ്ങൾ അവരുടെ വീടുകളിൽ പിന്നെ ആ സ്ഥാപനത്തിൽ ചെല്ലുന്നില്ല. ഇത് വെറും ഉട്ടായ്പ എന്ന് പറഞ്ഞാൽ പക്ക ഉടായ്പ. മാതാവൊന്നല്ല, അവിടെ ഓരോന്നുമില്ല. അവിടെ ഉള്ളത് ചാത്താനാണ്. മസ്റ്റ് കുട്ടിച്ചാത്താൻ സേവനം നടക്കണം. അത് ഈ മണിയടിച്ച ഈ സമയത്ത് മണിയും വടിയും ഈ കുട്ടിച്ചാത്താന്റെ ഒരു രൂപം പ്രതിമയാണെങ്കിൽ ഏറ്റവും നല്ലത്. ഇല്ലെങ്കിൽ ഇതാണ്. ഇതൊക്കെ വെച്ചിട്ടാണ് ഈ അമ്പലങ്ങളിലൊക്കെ ഇത് ചെയ്യുന്നത്. അത് തന്നെയാണ് അവിടെയും ചെയ്യുന്നത്. ഇത് രഹസ്യമായിട്ട് അയാൾക്ക് പ്രൈവറ്റ് മുറിയുണ്ട്. അതല്ലേ ഇയാളെ കാണാൻ പറ്റിയില്ലെന്ന് പറയാൻ എന്താ കാണാൻ പറ്റാത്ത കാര്യം? ഇയാളാരെ ദൈവം അതെ മാർപ്പാപ്പായ. പിന്നെ വേറെ സംഭവമുണ്ട്. ഈ കുട്ടിച്ചാത്തനൊരു സംഭവം എന്ന് പറഞ്ഞാൽ അത് ഞാൻ ശാന്തിമലയിൽ നിന്ന് കിട്ടിയ ഒരു കളക്ഷനാണ് എനിക്ക്. ഈ ഇന്ന് നമ്മൾ 1 ലിറ്റർ വെക്കുകയാണെങ്കിൽ നാളെ നമ്മൾ ആ സാധനം 1 ലിറ്റർ റമ്മ് വേറേതാണെങ്കിൽ കൂടിയതാണെങ്കിൽ 1000 രൂപയുടെ സാധനമാണെങ്കിൽ 1000 രൂപ മുതൽ പിന്നെ തുടങ്ങിപ്പോണം ആ സാധനം. പിന്നെ അത് കൃത്യസമയത്ത് നമ്മൾ എന്താണ് വെക്കണം? ആഴ്ചയിലാണ് വെക്കണമെങ്കിൽ ആഴ്ച, ഇല്ലെങ്കിൽ മാസമാണെങ്കിൽ മാസം. അതിന് ഈ പ്രസ്ഥാനത്തിന്റെ ഏറ്റവും വലിയ ആളാണ് തങ്കച്ചൻ, പനക്കൻ തങ്കച്ചൻ ബ്രദർ. ഇയാൾക്ക് ഈ പെണ്ണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്. തങ്കച്ചൻ ഈ പെണ്ണുങ്ങളെ പിന്നെ കെട്ടിപ്പിടിക്കും കയറി. തങ്കച്ചൻ ബ്രദർ ഫേമസ് ആണ് ഇതിനകത്ത്. ഇയാൾ ഈ പെണ്ണുങ്ങളെ ഉരുട്ടിപ്പിടുത്തോ? പെണ്ണുങ്ങൾക്കറിയാമോ ഇത്? കൊച്ചു പെൺപിള്ളേരൊക്കെ എന്ന് പറഞ്ഞാൽ 10, 20, 22 വയസ്സുള്ള പെൺപിള്ളേരെ അടച്ചു പിടിക്കും. അത് പണ്ടേ ഇവന് ഒരു രോഗം ഉള്ളവനാണ്. അച്ചു കയറി പിടിച്ച് ഉരുട്ടി പിടിച്ച്. പിന്നെന്താണ് ഇവർക്ക് അപ്പുറത്ത് പിന്നെ തൊട്ടപ്പുറത്ത് എന്തോ ഒരു നല്ലൊരു ഹോട്ടലുണ്ട്. അവിടെ ഇതിനോട് ചേർന്നൊരു ഹോട്ടലുണ്ട്. അപ്പൊ അവിടെ കൊണ്ടുപോയി ഭക്ഷണം കഴിച്ചു കൊടുക്കും. അപ്പൊ ഇവന് ഇവിടെ ഇവൻ ഒരുപാട് കച്ചവടം കൊടുക്കുന്നതാണ് അവർക്കും വലിയ കാര്യമാണ് ഇവനോട്. പീറ്ററാണ് സെക്രട്ടറി, ഇവൻ പ്രസിഡന്റ്. അങ്ങനെ രണ്ടുപേരും ചെത്തിക്കാർ തന്നെ. എന്റെ തൊട്ട് നെയ്ബറായി ഇവന്മാര്. വയനാട്ടിൽ നിന്ന് തന്നെ തങ്കച്ചൻ ബ്രദർ ഉണ്ടെന്ന് പറഞ്ഞാൽ കിട്ടും. തങ്കച്ചൻ ബ്രദർ ഉണ്ടെങ്കിൽ തങ്കച്ചൻ ബ്രദറാണ് പിന്നെ പ്രാർത്ഥനക്കുള്ള കാര്യങ്ങളും എല്ലാം റെഡിയാക്കണം. അവൻ പറയുന്നത് തന്നെ കാര്യം. അപ്പൊ തന്നെ ഇവൻ മറ്റൊന്ന് ആണുങ്ങളല്ല ഉടനെ പെണ്ണുങ്ങളുമായിട്ടാണ് ബന്ധം. അവർക്ക് കഴുക പിടിക്കുക, ഉരുട്ടി പിടിക്കുക, ഉരുണ്ട് വീഴുക. ഇങ്ങനൊരു സംഭവമാണ് ഈ തങ്കച്ചൻ ഭയങ്കര പ്രശ്നമാണ്. ഈ പൈശാചിക കേന്ദ്രത്തിന്റെ തട്ടിപ്പിനിരയായവർക്ക് ഞങ്ങളെ താഴെ കാണുന്ന 9746114444 നമ്പർ ഒരിക്കൽ കൂടി പറയാം. 9746114444 എന്ന നമ്പറിലേക്ക് വിളിക്കാവുന്നതാണ്. ജോസഫിനെയും ഇവന്റെ സാത്താൻ സൈന്യത്തെയും കാണുമ്പോൾ സത്യവിശ്വാസികൾ വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ സാത്താനെ എന്നെ വിട്ടുപോകൂ എന്ന് പറയുക. എന്നിട്ടും പോയില്ലെങ്കിൽ മടലെടുത്ത് മുതുകിന് ഒരു കീറ് കൊടുക്കുക. ഈ സാത്താൻ പോകാൻ അത് മാത്രം ചെയ്താൽ മതി. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.